ഇന്ത്യൻ ട്രഡീഷനിലും ആയുർവേദത്തിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മരം. ഇത് ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ ഒരു സിമ്പൽ മാത്രമല്ല, ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. ഫാബേസിയ ഫാമിലിയിൽപ്പെട്ട സറാക്ക അശോക എന്ന സയൻറ്റിഫിക് നെയിം ഉള്ള അശോക മരമാണ് ഈ കാണുന്നത്. അപ്പോൾ ഹിന്ദി, മലയാളം, ബംഗാളിയിൽ ഇത് അശോക എന്നും, സംസ്കൃതത്തിൽ ഇത് അശോക അല്ലെങ്കിൽ വിശോക എന്നും, ഇംഗ്ലീഷിൽ അശോക ട്രീ എന്നും, തമിഴിൽ അശോകം എന്നുമാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യ, ശ്രീലങ്ക, മിയാൻമാർ ആണ്. അതിൻ്റെ അകത്ത് തന്നെ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ ഒരു മോയിസ്റ്റ് എവർഗ്രീൻ ഫോറസ്റ്റിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത്. വെസ്റ്റേൺ ഗാർഡ്സിലും സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ ഹിമാലയാസിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. ഇതിന് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളത് ഇതിന്റെ ബാർക്കിലാണെന്നാണ് പറയുന്നത്, അതായത് മരത്തൊലിയിൽ. അതിലുള്ള ഒരു കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ടാനിൻസ്, കാറ്റച്ചിൻസ്, ഫ്ലേവനോയിഡ്സും സ്റ്റിറോൾസും ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു കീ കോമ്പണൻ്റ് ഉണ്ട്, ഹീമറ്റോക്സിലിൻസ്. അതാണ് ഇതിൻ്റെ ഒരു മെഡിസിനൽ ഒരു യുണീക്ക് മെഡിസിനൽ പ്രോപ്പർട്ടീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് ആയുർവേദ മെഡിസിനിൽ കൂടുതലും യൂസ് ചെയ്ത് പോരുന്നത് സ്ത്രീകളുടെ ഹെൽത്ത് കണ്ടീഷൻസ് മെച്ചപ്പെടുത്താൻ. അതിലൊന്ന് 7 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന കനത്ത ആർത്തവ രക്തസ്രാവം അല്ലെങ്കിൽ മെനോറാജിയ. അടുത്തത് ആർത്തവ വേദന അല്ലെങ്കിൽ ആർത്തവ ശൂല എന്നൊക്കെ അറിയപ്പെടുന്ന ഡിസ്മെനോറിയ. പിന്നെ വെള്ളപ്പോക്ക് അല്ലെങ്കിൽ ല്യൂക്കോറിയ. ഇതിലൊക്കെ ഒരു ചികിത്സയ്ക്കായിട്ട് ആയുർവേദത്തിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ജനറിക് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതായത് ഡയറിയ, ഡിസെൻട്രി, അബ്ഡോമിനൽ പെയിൻസിനൊക്കെ ഇത് ചികിത്സയ്ക്കായിട്ട് യൂസ് ചെയ്യും. പിന്നെ സ്കിൻ ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സിനൊക്കെ ഇത് നല്ലതാണ്. മെയിനായിട്ടും ഇന്റേണൽ ബ്ലീഡിങ് വരുമ്പോഴും അൾസേഴ്സിനും പിന്നെ സ്കിൻ ഡിസീസസിനൊക്കെ ഇത് പല രീതിയിൽ നല്ലതാണ്. പിന്നെ ഇത് ഡയൂറിറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് യൂറിനറി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. മെയിനായിട്ട് കിഡ്നി സ്റ്റോൺസും യൂറിനറി ഇൻഫെക്ഷൻസിനൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ആർത്രൈറ്റിസിനും പിന്നെ ജോയിൻറ്റ് പെയിൻസിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് ഡിസ്ക്രിപ്ഷൻ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇതൊരു സ്മോൾ എവർഗ്രീൻ ട്രീ ആണ്. ഒരു 25 to 30 ഫീറ്റ്സ് വരെ ഉയരം വെക്കുന്ന ഒരു ട്രീ ആണിത്. നല്ല നീണ്ട് കോല് പോലെ ഇരിക്കുന്ന നല്ല പച്ച ഇലകളാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ പൂക്കളാണെങ്കിൽ നല്ല സുഗന്ധമുള്ളതാണ്. അതുപോലെ തന്നെ അതിന് മഞ്ഞയും ഓറഞ്ചും ആയിട്ടാണ് അത് ആദ്യം ഉണ്ടാവുന്നത്. പിന്നീട് അതൊരു റെഡ് കളറിലേക്കും ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ തളിരലയാണ് ഈ കാണുന്നത്. ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഒരു പർപ്പിൾ കളറിലാണ് ഇതിരിക്കുന്നത്. പിന്നെ പരന്ന നീണ്ട സീഡ്സ് ആണ് ഈ അശോക ട്രീയുടേത്. അതൊരു 4 to 8 സീഡ്സ് ഒരു കൊലയിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഇത് പ്രിഫർ ചെയ്യുന്നത് ഒരു വാം ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്. പിന്നെ നല്ല വെൽ ഡ്രെയിൻഡ് ലോമി സോയിലാണ് ഏറ്റവും നല്ലത്. ഒരു പാർഷ്യൽ ടു ഫുൾ സൺലൈറ്റ് ഇതിന് ഓക്കെ. പിന്നെ വാട്ടറിംഗ് ആണെങ്കിൽ വാട്ടർ ക്ലോഗിംഗ് ഇല്ലാത്ത മോഡറേറ്റ് വാട്ടറിംഗ് ആണ് ഏറ്റവും നല്ലത്. കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഒരുപാട് മിത്തോളജിക്കൽ ആൻഡ് റിലീജിയസ് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ട്രീ ആണ്. ബുദ്ധിസത്തിൽ ബുദ്ധ ജനിച്ചത് അശോക ട്രീയുടെ ചോട്ടിലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹിന്ദു മിത്തോളജിയിൽ രാമനെയും സീതയും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മരമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദുയിസത്തിൽ 18 പുരാണങ്ങളിൽ ഒന്നായ ഭവിഷ്യ പുരാണത്തിൽ സശോക എന്ന് പറഞ്ഞൊരു കാനിബോൾ ഉണ്ടാകുന്നു, അതായത് മനുഷ്യത്തീനി. അപ്പോൾ സശോക ചെയ്ത പാപങ്ങളിൽ പശ്ചാത്തപിച്ച് ഒരു അശോക ട്രീ ആയിട്ട് പുനർജനിച്ചു. ശ്രീലങ്കയിലെ ആ അശോക മരത്തിൽ രാമന്റെ മെസ്സേജുമായിട്ട് സീതയെ കാണാൻ ഹനുമാൻ വന്ന് അവിടെ ഇരിക്കുമ്പോൾ സീതയുടെ ദുഃഖവും സശോകന്റെ പാവവും ഇല്ലാതായി എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത് സിമ്പിൾ ഓഫ് ഹോപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഒരുപാട് ടെമ്പിൾ റിച്വൽസിലും ട്രഡീഷണൽ സെറമണീസിലും ഒക്കെ ഇത് യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.